എല്ലാവർക്കും നമ്മുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവനും ബീറ്ററും അതേപോലെ മുട്ടയൊന്നും ഉപയോഗിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് എല്ലാ കേക്കിൻ്റെയും ബേസ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. അതേപോലെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്താനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഓവനും ബീറ്ററും മുട്ടയൊന്നും ഉപയോഗിക്കാതില്ല ഈ ഒരു അടിപൊളിയായിട്ടുള്ള സ്പോഞ്ച് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു അര കപ്പോളം വരുന്ന ഇളം ചൂടുള്ള പാല് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നിറയെ നാരങ്ങ നീര്, അതായത് ലെമൺ ജ്യൂസ് ആണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നാരങ്ങ നീരിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നിറയെ വിനാഗിരി ഉപയോഗിക്കാം കേട്ടോ. അത് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു മെഷർമെൻറ്റ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ സാധാരണ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്താലും മതി. പക്ഷേ കേക്കിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കുന്നത് ആ ഒരു സെയിം ഗ്ലാസ്സിൽ ആയിരിക്കണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത് 1 ടീസ്പൂണോളം വരുന്ന ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാത്രത്തിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം 1 കപ്പോളം വരുന്ന മൈദ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ അതുപോലുള്ളൊരു കപ്പിൽ 1 കപ്പോളം വരുന്ന മൈദ നമുക്ക് മുഴുവനായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് പൗഡർ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു അര ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു കേക്കിന് നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് 1 ടേബിൾ സ്പൂണോളം വരുന്ന പാൽപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്, അതായത് മിൽക്ക് പൗഡറാണ്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് ചേർത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് കറക്റ്റ് 1 ടീസ്പൂണോളം നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പൊടിയെല്ലാം കൂടി ഒരു 3 തവണ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. നമ്മളിതുപോലെ അങ്ങോട്ട് അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ പൊടികളും എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ഒരുപോലെ എത്തുകയും ചെയ്യും. മൂന്ന് തവണ നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലുള്ളൊരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു പൊടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ പാല് നമ്മൾ ചെറുനാരങ്ങ ചേർത്ത് കൊടുത്ത കാരണം നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ആയിക്കിട്ടണം, എങ്കിലും നമ്മുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. കാരണം നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല, അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പുളിച്ച പാൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ എത്തുന്ന സമയത്ത് ഒരു അര കപ്പോളം വരുന്ന പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ടുള്ള പഞ്ചസാര ചേർക്കരുത്, കറക്റ്റ് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള അര കപ്പോളം വരുന്ന പഞ്ചസാര. ഇനി ഇത് നന്നായിട്ട് ഇതുപോലുള്ളൊരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു പാലിലോട്ട് പഞ്ചസാര നന്നായിട്ട് അങ്ങോട്ട് അലിഞ്ഞു ചേരണം, എങ്കിലും നമ്മുടെ കേക്കിന് നല്ലൊരു മധുരം ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ബാക്കിയുള്ള ഓയിലും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പോളം വരുന്ന ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കണ്ട. ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിച്ചാലും മതി. അപ്പോൾ അത് 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം വരുന്ന വാനില എസൻസും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു മിക്സിലോട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പൊടി കുറച്ചായിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ട്. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലുള്ള ഒരു സ്പാച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്പൂണോ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ കേക്കിനുള്ള ബാറ്റർ എപ്പോഴും മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് ബലം കൊടുക്കരുത്. പതുക്കെ ഒരു സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ഇളം ചൂടുള്ള പാലൊഴിച്ചിട്ട് ഈ ഒരു ബാറ്റർ നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. പക്ഷേ പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് ചേർക്കണ്ട. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ പാലെന്ന് പറയുന്നത് ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള പാൽ, അതായത് തണുത്ത പാൽ ഉപയോഗിക്കരുത്. ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക കേട്ടോ. ഒരുപാട് ചൂടായി പോകാൻ പാടില്ല, ഒരു ലൈറ്റ് ചൂട് മാത്രം. നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ഒരു ഇളം ചൂട്, ആ ഒരു ചൂട് മാത്രം മതി. എന്നിട്ട് പതുക്കെ ഇതുപോലുള്ള കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക.
ഇനി ഇതിലോട്ട് നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ട് കറക്റ്റായിട്ട് ഒരു വൈറ്റ് കളറിലായിരിക്കും നമ്മുടെ കേക്ക് ഇരിക്കേണ്ടാവുക. പക്ഷെ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ചേർക്കണം നിർബന്ധമില്ല, ഓപ്ഷനിലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് പതുക്കെ ഇതുപോലെ അങ്ങോട്ട് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോഴിതേ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഇതേ ഈ ഒരു രീതിയിലായിരിക്കണം കേട്ടോ. നമ്മുടെ കേക്കിനുള്ള ബാറ്റർ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് താഴോട്ട് ഇടുന്ന സമയത്ത് റിബൺ പോലെ താഴോട്ട് വിടണം. അതാണ് കേക്ക് ബാറ്ററിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു സ്റ്റീൽ പാത്രത്തിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ നമുക്കതിൻ്റെ മുകളിലോട്ടായിട്ട് ഒന്ന് തടയി കൊടുക്കാം കേട്ടോ. നമ്മുടെ കേക്ക് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കേക്കിൻ ടിന്നിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളൊരു ഇഡ്ലി ചെമ്പിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇഡ്ലി ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലുള്ളൊരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ കേക്ക് ടിന് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കണ്ട. എന്നിട്ട് പതുക്കെ നമുക്ക് ഈ ഒരു കേക്ക് ടിന് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കറക്റ്റ് സെൻറ്റർ പോർഷനിൽ തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഒരു വല്ലാത്തൊരു ഷേപ്പിലായിരിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി ഇത് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലുള്ളൊരു വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബേക്കായിട്ട് കിട്ടും. ഇനി ഇത് നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഏറ്റവും ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 30 മിനിറ്റ്. ഇത് ബേക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒന്ന് ടൈം എടുക്കും കേട്ടോ. കാരണം നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 30 മിനിറ്റ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റ് 30-35 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുത്ത കാരണമാണ് നമ്മുടെ കേക്ക് ഇതുപോലെ ഒരു യെലോയിഷ് കളറിലിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പ്യൂർ വൈറ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറിയതിന് ശേഷം ഇതുപോലുള്ളൊരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുപോരും. ഇനി പതുക്കെ ഈ ഒരു ബട്ടർ പേപ്പർ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നമ്മളിത് മുട്ട ചേർക്കാതെയാണ് റെഡിയാക്കിയത്. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്കിത് ടീ കേക്കായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഐസിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ് കേട്ടോ. സാധാരണ മുട്ട ചേർക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒന്ന് മടിയായിരിക്കും. ഇനി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഒട്ടും മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതെ നല്ലൊരു ഫ്ലേവറോട് കൂടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടീ കേക്ക് അല്ലാന്നുണ്ടെങ്കിൽ സ്പോഞ്ച് കേക്ക് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കേക്ക് സാധാരണ നമ്മൾ ടീ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ നൂല് വെച്ചിട്ട് ഒരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിക്കട്ടെ. കാരണം നമുക്കിത് നാളെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നൂല് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മുട്ടയുടെ സ്മെല്ലൊക്കെ കേക്കിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തവർ ഒത്തിരി പേരുണ്ടാവും. അങ്ങനെയുള്ളവർ വീഡിയോ വേഗം ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒത്തിരി ഉപകാരമുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഐസിങ് ചെയ്യുന്നൊക്കെ സമയത്ത് കേക്കിൻ്റെ ബേസ് ഇതുപോലെ റെഡിയാക്കി നോക്കുക കേട്ടോ. മുട്ടയുടെ സ്മെല്ല് ഒട്ടും ഇഷ്ടമില്ലാത്തവർ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത്. അതേപോലെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.